വർഷത്തിലൊരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന, അതായത് പെസഹ വ്യാഴ്ച മാത്രം ഉണ്ടാക്കുന്ന പെസഹ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. പെസഹ അപ്പത്തിന് വേണ്ടി ഇത് കണ്ടോ, ഞാൻ ഇതുപോലെ മെഷറിംഗ് കപ്പിന് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് മെഷറിംഗ് കപ്പ് എടുക്കുന്നോ അത് സെയിം അളവിൽ തന്നെ 4 ഉഴുന്നാണ് എടുക്കേണ്ടത്. ഞാൻ 1/2 കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിട്ട് കുതിർത്തെടുത്തതാണ്. അതേ മെഷറിംഗ് കപ്പിന് തന്നെ 2 കപ്പ് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ടുണ്ട്. 8 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, 1/2 സ്പൂൺ മെച്ചം ജീരകം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇത്ര ഇഷ്ടമില്ലെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. ചിലർ ഉഴുന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിട്ട് കുതിർത്തി എടുക്കാറുണ്ട്, അരിപ്പൊടി വീണ്ടും വറുക്കാറുണ്ട്. അതുകൊണ്ട് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ആദ്യം ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല വെണ്ണ പോലെ അരയണം കേട്ടോ. അതിലേക്ക് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം കൂടെ ഇട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് തേങ്ങായിട്ട് വിട്ട് തേങ്ങ അത്ര നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇത് വേറെ വേറെ അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഏറ്റവും എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഉഴുന്നും ഉള്ളിയും ജീരകം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി തേങ്ങ കൂടി ഇട്ട് ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ അത്ര നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. അരിപ്പൊടിയിലേക്ക് ഉപ്പും തേങ്ങാ മിശ്രിതവും ചേർക്കാം. ഇളക്കിയിട്ട് വെള്ളം പോരായെങ്കിൽ മാത്രം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. വെള്ളം ഈ ഒരു ഭാഗത്തിൽ കുഴച്ച് വെക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വെച്ച് പുളിപ്പിക്കാതെ ഒരു 1 മണിക്കൂർ ഇടയ്ക്കായിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. എണ്ണ തടവിയ പാത്രത്തിൽ ഇതുപോലെ 1/2 പാത്രത്തോളം മാവ് നിറയ്ക്കുക. അതിന് മേൽ കുരിശ് വെക്കുക. സാധാരണ ഒരു വീട്ടിൽ ഒരു കുരിശപ്പാണ് ഉണ്ടാക്കുന്നത്. വളരെ അടുത്ത സ്വന്തത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയാൽ അവിടെ കുരിശപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഒരു പാത്രം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെന്ത് കിട്ടാൻ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. അപ്പത്തിന്റെ കട്ടി അനുസരിച്ചും പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ചും കുറച്ച് വ്യത്യാസം വരും. ബാക്കിയുള്ള മാവ് കൊണ്ട് വാഴയിൽ ഇതുപോലെ പരത്തിയെടുത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. എത്ര കനം കുറച്ച് പരത്താവോ അത്രയും വേഗം വേകുകയും ചെയ്യും. നല്ല ടേസ്റ്റിയുമായിരിക്കും. ഈ വർഷം എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ട്രഡീഷനൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതെന്ത് പ്ലാന്റാണെന്ന് അറിയാവോ? അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. എല്ലാവർക്കും പെസഹ ആശംസകൾ.